സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 27-ാം സങ്കീർത്തനം അതിൻ്റെ 13-14 വാക്യങ്ങൾ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യാഹ്വേയെങ്കിൽ പ്രത്യാശ വെക്കുക. പ്രിയമുള്ള ദൈവപൈതലേ, നാം കഴിയുന്നതായ ഈ ഭൂമി, നാം താമസിക്കുന്ന ഈ ഭൂമിയിൽ സർവശക്തനായ ദൈവത്തിങ്കിൽ പ്രത്യാശ വെച്ചുകൊണ്ടാണ് നാം ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നുണ്ടോ എന്ന് ഈ നാളുകളിലൊന്ന് തിരിഞ്ഞ് ചിന്തിക്കുക. വലിയ കാര്യങ്ങൾ നാം പ്രതീക്ഷിച്ചു, വലിയ കാര്യങ്ങൾ നാം പ്രാർത്ഥിച്ചു, അവനിൽ ആശ്രയിച്ചു. മുന്നോട്ട് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ യാഥാർത്ഥ്യമായില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അകത്ത് കാറ്റടിക്കുകയും അത് ഉലയുകയും ആ പടക ഉലയുകയും വിശ്വാസം ചോർന്നു പോവുകയും ക്രമേണ വിശ്വാസം നഷ്ടപ്പെട്ടവരായി വരുന്നത് എന്ത് ഫേസ് ചെയ്യുവാനുള്ളതായ ഒരവസ്ഥയിലേക്ക് പതിക്കുകയും ചെയ്യും. എന്നാൽ ദൈവം നിന്നെക്കുറിച്ച്, ദൈവം നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ജീവനുള്ളവരുടെ ദേശത്ത്, ജീവനുള്ളവരുടെ നടുക്ക് വെച്ച് തന്നെ യാഹ്വേയായ സർവശക്തനായ ദൈവത്തിൻ്റെ നന്മ കാണുമെന്ന് വിശ്വസിക്കുക തന്നെ ചെയ്യണം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ശ്രദ്ധിക്കുക. ഈ ജീവനുള്ളവരുടെ ദേശത്ത്, അവരുടെ നടുക്ക് ദൈവത്തിൻ്റെ നന്മ കാണാതെ അത് പ്രാപിക്കാതെ പോയാൽ ഹാ കഷ്ടം, വളരെ പരിതാപകരം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തിയോട്, തളർന്നിരിക്കുന്ന വ്യക്തിയോട്, മനം തകർന്നിരിക്കുന്ന വ്യക്തിയോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത് ഇതാണ്: യാഹ്വേയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ സർവശക്തനായവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. അപ്രത്യാശ അവൻ്റെ മേൽ തന്നെ ആയിരിക്കണമെന്ന്. നിന്നെയും കൊണ്ട് നടക്കാത്തത്, നിന്നെ കൊണ്ട് ശ്രമിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ, നിൻ്റെ ബന്ധുക്കൾക്കോ ചാർച്ചക്കാർക്കോ പ്രിയപ്പെട്ടവർക്കോ ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സഹായിപ്പാൻ കഴിവുള്ള ഒരേ ഒരുവനേ ഉള്ളൂ. അവങ്കലേക്ക് ഈ നിമിഷം നിൻ്റെ മുഖം ഉയർത്തുക, അവങ്കലേക്ക് നിൻ്റെ തല ഉയർത്തുക, അവനെ മാത്രം നോക്കുക. നിൻ്റെ പ്രശ്നങ്ങളെ അല്ല, നിൻ്റെ ഭാരങ്ങളെ അല്ല, നിൻ്റെ തകർച്ചകളെ അല്ല നോക്കേണ്ടത്, മറിച്ച് അതിനും മീതെ വസിക്കുന്ന, അതിനും ഉയരത്തിൽ വസിക്കുന്ന, നിൻ്റെ പ്രശ്നങ്ങളെയൊക്കെയും കാൽ കീഴാക്കി അതിന്മേൽ രാജാവായി വാഴുന്ന സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് നോക്കുക. നിന്നെ എതിർക്കുവാൻ, നിന്നെ പഴിക്കുവാൻ 10 പേരുണ്ടാകും. അല്ലെങ്കിൽ നിന്നെ കാണുന്നവരല്ല, ഇത് നിനക്ക് സംഭവിക്കത്തില്ല, നടക്കത്തില്ല എന്ന് പറഞ്ഞ് നിൻ്റെ മനസ്സിനെ തളർത്തുന്ന, നിൻ്റെ വിശ്വാസത്തെ ഇല്ലാതെയാക്കുന്നതായ പ്രവൃത്തി അവർ ചെയ്യും. വിശ്വാസികളെന്ന് പറയുന്നവർ പോലും നിൻ്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിക്കാമെന്ന്, പ്രാർത്ഥന കൈത്താങ്ങായിരിക്കുമെന്ന് പറയുന്നവർ പോലും നെഗറ്റീവായി ഇല്ലായ്മയുടെ വചനങ്ങൾ, ഇല്ലായ്മയുടെ വാക്കുകൾ നിൻ്റെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറ്റും. അപ്പോഴും നിന്നെ തകർക്കുവാൻ ഒരു 100 പേര് കാണും. എന്നാൽ നീ ഒരുവൻ മാത്രം തല ഉയർത്തി ഉന്നതങ്ങളിൽ, ഉയരങ്ങളിൽ വസിക്കുന്ന, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന, സ്തുതികളുടെ മേൽ വസിക്കുന്ന ദൈവത്തിങ്കിലേക്ക് നോക്കുക. ആ ദൈവത്തിങ്കിലേക്ക് നോക്കി നിൻ്റെ വിഷയം പരിഹരിച്ചതിനാൽ, നിൻ്റെ വിഷയം പരിഹരിക്കപ്പെട്ടതിനാൽ ദൈവത്തെ നോക്കി സ്തുതിച്ചു കൊണ്ടേയിരിക്കുക. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ വസിക്കുന്നവൻ കൃത്യസമയത്ത് തന്നെ നിനക്ക് മറുപടി തരും. അവൻ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റും, നിൻ്റെ അവസ്ഥകളെ മാറ്റും. ഈ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് തന്നെ നിൻ്റെ പ്രശ്നത്തിന് അവൻ പരിഹാരം കാണും. അല്ലാതെ നീ സ്വർഗത്തിൽ ചെന്നല്ല അവൻ നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണിക്കുന്നത്. ഇവിടെ വെച്ച് തന്നെ, ഈ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് തന്നെ, അവരുടെ മധ്യത്തിൽ വെച്ച് തന്നെ നിൻ്റെ പ്രശ്നത്തിന് അവൻ പരിഹാരം കണ്ടിരിക്കും. അതേ ധൈര്യപ്പെട്ടിരിക്കുക, ഉറച്ചിരിക്കുക, നിൻ്റെ ഹൃദയം ദൈവത്തിങ്കൽ ഉറച്ചിരിക്കട്ടെ.